നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും തൃശൂരും. ഇതിൽ തൃശൂരിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം അവിടെ മത്സരാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ എത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം, പത്തനംതിട്ട പോലെയുള്ള ഏറെ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ ആരൊക്കെയാവും മത്സരാർത്ഥികൾ എന്നതിനെ കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ ഇതിനിടയ്ക്ക് വരികയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കി അത് സീറ്റുകളാക്കണം എന്നുള്ള ഒരു വലിയ വിലയിരുത്തൽ പാർട്ടിയുടെ നേതൃത്വം തന്നെ നൽകുന്നുമുണ്ട്. അടുത്ത തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനാണ് എന്നുകൂടി പറയേണ്ടി വരും. നിലവിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ ആരായിരിക്കും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് ഏകദേശ രൂപമായിരിക്കുന്നു. നടൻ ഉണ്ണി മുകുന്ദനായിരിക്കും ബി.ജെ.പി സ്ഥാനാർത്ഥി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കും എന്ന ഒരു വിലയിരുത്തൽ ബി.ജെ.പിക്കുള്ളിലുണ്ട്. ബി.ജെ.പിയുടെ പരസ്യമായ ആഭിമുഖ്യം പുലർത്തുന്ന നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ എന്നത് നമുക്കറിയാം. കാരണം നവം പരിപാടിയിൽ ഉൾപ്പെടെ വളരെ സജീവമായി ഉണ്ണി മുകുന്ദന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാൽഡീവ്സ് വിഷയത്തിൽ പോലും ലക്ഷദ്വീപിനെ പിന്തുണച്ചുകൊണ്ട് തന്റെ അടുത്ത ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലം ലക്ഷദ്വീപ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി മുകുന്ദൻ പോസ്റ്റുകളും ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. അതേസമയം തന്നെ കുമ്മനം രാജശേഖരന്റെയും പി.സി. ജോർജിന്റെയും പേരുകളും പത്തനംതിട്ടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ കുമ്മനം രാജശേഖരനെയും പി.സി. ജോർജിനേക്കാളും അധികം ഉണ്ണി മുകുന്ദന് തന്നെയായിരിക്കും വിജയ സാധ്യതയുള്ളത് എന്നാണ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരം കൂടെ പോരും എന്നുള്ള ചില അടക്കം പറച്ചിൽ കൂടി പാർട്ടിക്കുള്ളിലുണ്ട്. അതിനോടൊപ്പം തന്നെ ജയശങ്കറിന്റെ പേരും കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ യുവനടനായ ഉണ്ണി മുകുന്ദനെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാം എന്നുള്ള വലിയ സ്വപ്നം ബി.ജെ.പിക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.